മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സന്യാസാശ്രമങ്ങൾ ചേർന്ന് സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് തുടക്കമാകുന്നു. കാസർകോട്ടെ വിവിധ സാമ്പ്രദായിക സന്യാസിമാർ, ആത്മീയ, താന്ത്രിക, ജ്യോതിഷ, ക്ഷേത്ര വൈദിക ആചാര്യന്മാരും കലാകായിക, സാമൂഹിക, വാണിജ്യ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രമുഖന്മാരും യാത്രയുടെ ഭാഗമാകും. സമൂഹത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനം, ധാർമ്മിക അവബോധത്തിന്റെ കുറവ്, കുടുംബഛിദ്രത, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് സന്യാസിമാർ സംവദിക്കും. താളിപ്പടപ്പ് മൈതാനത്ത് പൊതുസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒപ്പം മിഥുൻ പിള്ളയും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ, പറയും. രോഹിണി, ഒക്ടോബർ 7 മുതൽ, അതായത് ഇന്ന് മുതൽ 21 തീയതി വരെയാണ് മാർഗദർശക മണ്ഡലിന്റെ നേതൃത്വത്തിൽ ധർമ്മ സന്ദേശ യാത്ര നടക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് നിലവിൽ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അല്പസമയത്തിനകം കാസർഗോഡ് പൊതുപരിപാടി നടക്കാൻ പോവുകയാണ്. കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്താണ് പൊതുപരിപാടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വിവിധ സാമ്പ്രദായിക സന്യാസിമാർ, ആത്മീയ, താന്ത്രിക, ജ്യോതിഷ, ക്ഷേത്ര വൈദിക ആചാര്യന്മാരും കലാകായിക, സാമൂഹിക, വാണിജ്യ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രമുഖന്മാരും യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. യാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, തുടരും. രോഹിണി, മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ സന്യാസാശ്രമങ്ങൾ ചേർന്നുകൊണ്ട് ഈ സന്യാസിമാർ നയിക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്ര ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടക്കമായിരിക്കുന്നത്. ഇന്ന് മുതൽ ഒക്ടോബർ 21 കാസർഗോഡ് നിന്ന് തുടക്കമായിരിക്കുന്നത്. ഇന്ന് മുതൽ ഒക്ടോബർ 21 തീയതി വരെയാണ് ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര നടക്കുന്നത്. നമുക്കറിയാം, ഓരോ ജില്ലയെയും ആത്മീയ, താന്ത്രിക, വൈദിക, ജ്യോതിഷ മേഖലയിൽ ഉൾപ്പെടെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ അണിനിരുന്നുകൊണ്ടുള്ള വലിയൊരു സന്യാസിമാരുടെ വലിയൊരു യാത്ര തന്നെയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ ധാർമ്മിക അവബോധത്തിലെ കുറവ്, കുടുംബഛിദ്രത, ആത്മഹത്യാ പ്രവണത തുടങ്ങി ഒരു ഇപ്പോഴത്തെ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ തന്നെ അണിനിരുന്നുകൊണ്ട് ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് പൊതുസമ്മേളനം നടക്കുകയാണ്. പൊതുസമ്മേളനത്തിൽ സന്യാസിമാരും സനാതന ധർമ്മ വിശ്വാസികളൊക്കെ തന്നെ അണിനിരക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരെയാണ്. അവരാണ് ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്നു മുതൽ ഏതാണ്ട് എല്ലാ ജില്ലയിലൂടെയും കടന്നുപോയിക്കൊണ്ട് വളരെ വിപുലമായൊരു യാത്ര തന്നെയാണ്, വളരെ പ്രസക്തമായൊരു സന്ദേശം തന്നെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെടെ വലിയൊരു സ്വാധീനം ലഭിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വലിയൊരു ഭക്തജന പങ്കാളിത്തം ഉൾപ്പെടെ നമുക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസി പങ്കാളിത്തം ഹൈന്ദവ സമൂഹത്തിൽ നിന്നുൾപ്പെടെ വലിയൊരു പങ്കാളിത്തവും നമുക്ക് ഈ ഒരു സന്യാസി സമൂഹം നടത്തുന്ന ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, മാർഗദർശക മണ്ഡലത്തിൻ്റെ അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരിയുടെ നേതൃത്വമാണ് ഈ ഒരു സന്യാസിമാർ നടത്തുന്ന ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഉള്ളത്. അതുകൂടാതെ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായ സാധു ആനന്ദവനം ഭാരതി ഉൾപ്പെടെയുള്ള പ്രമുഖരായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന സ്വാമിമാരൊക്കെ തന്നെ ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമാകുന്നതെന്നുകൂടി ഇതിൻ്റെ ഒരു മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമൂഹം ഇന്ന് നേരിടുന്ന വളരെ വലിയൊരു വിപത്താണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങളിലുണ്ടായ വീഴ്ചകളും നമ്മുടെ സാമൂഹ്യ മേഖലയിലുണ്ടായ വീഴ്ചകളുമൊക്കെ ആണ് ഈ ഒരു ആത്മഹത്യാ പ്രവണതയിലും അല്ലെങ്കിൽ മയക്കുമരുന്നിലേക്കും ഒക്കെ തന്നെ പുതുതലമുറയെ കൊണ്ട് എത്തിച്ചത്. അതിൽ നിന്നൊക്കെ തടയിടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരമൊരു നീക്കവുമായി അതിന് തങ്ങൾ തന്നെയാണ് തുടക്കമിടേണ്ടതെന്നൊരു ചിന്തയെ തുടർന്ന് തന്നെയാണ് ഇത്തരമൊരു ധർമ്മ സന്ദേശ യാത്രയുമായി ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഈ ആളുകൾ മുഴുവൻ, സന്യാസി സമൂഹം മുഴുവൻ
രംഗത്തേക്ക് വരാനുള്ളൊരു പ്രധാന കാരണമായി നമ്മൾ കാണേണ്ടത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ താളിപ്പടപ്പ് മൈതാനത്തേക്ക് വലിയൊരു ഘോഷയാത്രയായി തന്നെ സന്യാസിമാരെ സ്വീകരിച്ചാനയിക്കുന്നൊരു ദൃശ്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യമായൊരു സാഹചര്യം കൂടിയാണ്. നമുക്കിപ്പോൾ മാർഗദർശക മണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ സ്വാമി ചിദാനന്ദപുരിയോട് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം കൂടി ചോദിക്കേണ്ടതുണ്ട്. സ്വാമിജി, വളരെ വലിയൊരു സ്വീകരണം തന്നെയാണ്. നമ്മൾ എന്താണോ ലക്ഷ്യം മുന്നോട്ട് വെച്ചത് ആ ലക്ഷ്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നതൊരു സൂചന തന്നെയല്ലേ ഈ ഒരു സ്വീകരണത്തിലെ പങ്കാളിത്തം ഉൾപ്പെടെ തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾ, ആബാലവൃദ്ധ ജനങ്ങൾ ഒരു മനസ്സായി ഒറ്റക്കെട്ടായി വന്നിരിക്കുകയാണ്. അത് ധർമ്മ സന്ദേശ യാത്രയുടെ പ്രഥമ ദിവസം തന്നെ സംഭവിച്ചത് കേരളീയ സമൂഹം എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചകമാണ്. ഓരോ സ്ഥലത്തും ഈ ഒരു വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെ അല്ലെങ്കിൽ ജനപങ്കാളിത്തം ഇതിൻ്റെ സത്ത് ഉൾക്കൊണ്ട് തന്നെ ആളുകൾ ഈ ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കി നേരിട്ട് അനുഭവിച്ച് കണ്ട് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. ഇതേതായാലും ആബാലവൃദ്ധം ജനങ്ങൾ ഒത്തൊരുമിച്ച് ഒരു മനസ്സായി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിലും വലിയൊരു ജനപങ്കാളിത്തം നമുക്കറിയാം. ഹൈന്ദവ വിശ്വാസികളിൽ നിന്നടക്കം വലിയൊരു പിന്തുണയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ധർമ്മ സന്ദേശ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ താളിപ്പടപ്പ് മൈതാനത്ത് ഈ പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠർ ഒക്കെ തന്നെ അവരുടെ വാക്കുകൾ ഈ ഒരു സമൂഹത്തോട് പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഓരോ ദിവസവും ഓരോ ജില്ലയിൽ എന്നുള്ള രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം കണ്ണൂർ ജില്ലയിൽ ഈ യാത്ര പ്രവേശിക്കുന്നുണ്ട്. അതിനടുത്ത ദിവസം വയനാട്, അങ്ങനെ കോഴിക്കോട് തുടങ്ങി 21-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് നിലവിൽ ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. രോഹിണി, അതെ, തീർച്ചയായും സമൂഹത്തിലേക്ക് നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ധർമ്മ സന്ദേശ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. മിഥുൻ, നമുക്കറിയാം ഒരു സമൂഹം അതിൻ്റെ എല്ലാ നന്മകളോടും കൂടി കെട്ടിപ്പടുക്കണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം അതിൻ്റെ ആദ്യ നാളം എന്ന് പറയുന്നത്. അതനുസരിച്ച് കുടുംബ ഭദ്രത ഉറപ്പാക്കുക. അതോടൊപ്പം ഇന്നത്തെ യുവത്വം ലഹരിക്കടിമയാകുന്ന ഒരു വലിയ വിപത്തിലേക്ക് പോകുന്നുണ്ട്. അതിൽ നിന്ന് മോചിതരാകുക. അങ്ങനെ കുടുംബ ഭദ്രത ഉറപ്പാക്കുന്നതിലൂടെ ഒരു സമൂഹത്തെ, ആരോഗ്യകരമായ അന്തരീക്ഷമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് അതിൽ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണല്ലോ ഇപ്പോൾ സന്യാസ സമൂഹം ഈ സന്ദേശവുമായി ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. തികച്ചും ബോധവൽക്കരണം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ തങ്ങളുടെ കർമ്മം ചെയ്യുന്നു, ബാക്കി ഫലം എന്താകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതാണ്. വിവിധ സന്യാസ ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സാമൂഹിക രംഗത്തെ മറ്റ് പ്രമുഖരെല്ലാവരും ഈ ധർമ്മ സന്ദേശ യാത്രയോടൊപ്പം അണിചേരുകയാണ്. വലിയ ജനപങ്കാളിത്തം തന്നെയാണോ അവിടെ നിന്നും ദൃശ്യമാകുന്നത് മിഥുൻ? തീർച്ചയായും ഈ എന്താണോ സന്യാസി ശ്രേഷ്ഠന്മാർ മുന്നോട്ട് വെച്ച ആശയം, ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ ആളുകളും ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമാകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ ജില്ലയിൽ രാവിലെ ഒരു സംഘടനാപരമായ പരിപാടിയും മറ്റ് വൈകുന്നേരം പൊതുപരിപാടിയും എന്ന രീതിയിലാണ് ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ നേതൃസംഘമാണ്, ഹിന്ദു നേതൃസംഗമമാണ് അവർ നടത്തുക. അതിനുശേഷം വൈകുന്നേരം ഇത്തരം ഒരു പൊതുപരിപാടി, അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഹൈന്ദവ വിശ്വാസികളായ അല്ലെങ്കിൽ ഈ സനാതന ധർമ്മ വിശ്വാസികളായ ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്യാം. അത്തരത്തിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ പരിപാടിയുടെ ഏകോപനം എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ ആശയം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ, അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ഒന്ന്. കാരണം നമ്മൾ നേരത്തെ ജൂനാഗാഡയുടെ മഹാമണ്ഡലേശ്വരായ സാധു ആനന്ദവനം ഭാരതിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം തന്നെ നമ്മോട് പറഞ്ഞത്, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഈ ഒരു പരിപാടി നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ അടിത്തട്ട് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ വേരുകളാണ് ആ വൃക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒന്ന് എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ വേരുകളാണ്. ആ വേരുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ ആ വൃക്ഷത്തിൻ്റെ ചില്ലകളിലേക്ക് പൂപ്പലുകൾ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും
അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തമായ നിലനിൽപ്പ് എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്. അത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കണമെങ്കിൽ ആ ബന്ധങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അവിടെ വീഴ്ചകൾ വരുമ്പോഴാണ് അത് സമൂഹത്തിലേക്ക് പടരുകയും മറ്റ് പല രീതിയിലേക്കും ആ സമൂഹം മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സന്യാസി സമൂഹം തന്നെ ഇതിന് രംഗത്ത് വരികയും നമ്മൾ എന്തൊക്കെ സമൂഹത്തിൽ എന്തൊക്കെയാണ് മൂല്യച്യുതികൾ വന്നിട്ടുള്ളത്, അതെങ്ങനെയൊക്കെ ഒഴിവാക്കിയെടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പരിപാടിയുമായി അവർ രംഗത്ത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്തത്. ഏതായാലും അവർ ഘോഷയാത്രയായി ഈ ഒരു ധർമ്മസന്ദേശ യാത്ര ഇപ്പോൾ താളിപ്പടപ്പ് മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനപങ്കാളിത്തം വിശ്വാസി സമൂഹം അകമഴിഞ്ഞ പിന്തുണ തന്നെയാണ് ഈ ഒരു ധർമ്മസന്ദേശ യാത്രയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ തളിപ്പടപ്പ് മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ പൊതുസമ്മേളനവും ഇവിടെ നടക്കും. രോഹിണി. ശരി മിഥുൻ. മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സന്യാസാശ്രമങ്ങൾ ചേർന്ന സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ താളിപ്പടപ്പ് മൈതാനത്തേക്ക് സന്ദേശ യാത്ര എത്തിച്ചേരും. അതിന് ശേഷം പൊതുസമ്മേളനം ഉണ്ടാകും. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആണ് ഇപ്പോൾ കണ്ടത്.